ഹായ്, എസ് പി ഉള്ളിലാണ്. ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കണ്ടത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ തന്നെ കാണാം ഒരു ചക്ക വിസ്മയം. ഇത് എന്തുകൊണ്ട് ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞേ, ദൃശ്യം നോക്കി. വേരിലല്ല, തറയിൽ വരെ ദേ കാച്ചു കിടക്കുകയാണ്. നോക്കൂ, താഴെ നിന്ന് മൊത്തം ഒരു ചക്ക വിസ്മയത്തിൻ്റെ കാഴ്ച. ഇതൊന്നുമല്ല, കൊലയായിട്ട് കാച്ചു കിടക്കുകയാണ്. പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും വല്ലാത്ത കായ്പ തന്നെ. ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച, ഒക്കെ തറയിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്, നീണ്ട് നിവർന്നേ. ഇത് ആകസ്മികമായിട്ട് നമ്മുടെ പുലയനാർക്കോട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഡയബറ്റിക് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്തിനോടൊപ്പം ഇവിടെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഈ ചക്ക വിസ്മയം. അപ്പോൾ ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യം വേണമെന്ന് വെച്ചാൽ അത് വേരിലും കായ്ക്കുമെന്ന് പറയുന്ന ഒരു പഴയ ഉദാഹരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്? ഈ ചക്ക അല്ലെങ്കിൽ പ്ലാവ് വേണമെന്ന് വിചാരിച്ചിട്ടാണോ ഇതിങ്ങനെ അതിൻ്റെ വേരിൽ വരെ കായ്പ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. എന്നിരുന്നാലും ഇതൊക്കെ ഒരു രസകരമായ കാഴ്ചയാണ്. എല്ലാവർക്കും ഒരു ജീവിതത്തിലൊക്കെ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടില്ലാത്തവരുണ്ട്. ഇന്ന് സിറ്റി നഗര ലൈഫിലൊക്കെ ഉള്ളപ്പോൾ ഈ ചക്കയൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാവ് ഫ്ലാറ്റുകളിലൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കാലത്തെ കാഴ്ചയായിരിക്കും. എന്തായാലും ഒരു ചക്ക വിസ്മയം തന്നെ ഈ പ്ലാവ് ഈ ഒരു സീസണിൽ നൽകിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നതായതുകൊണ്ട് ഇതിന് ഉടമസ്ഥാവകാശം അവരായിരിക്കും. തറയിലൊക്കെ ഇത് പഴുത്ത് വീണ് പോകുന്നുണ്ട്. ഇനി ഇത് വരിക്കയാണോ കൂഴയാണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് നോക്കിയേ, പഴുത്ത് വീണ് പോകുന്നുണ്ട്. ഉണ്ടോ? ആരും വിളവെടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ പഴുത്ത് വീണ് നശിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞില്ലേ, വേണ്ടാത്ത ഇടത്തൊക്കെ ആണല്ലോ ഇത് കായ്ക്കുന്നത്. ആവശ്യമുള്ള ഇടത്ത് പലപ്പോഴും കായ്ക്കത്തുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന കണക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞെടുത്ത് അന്തസ്സായിട്ട് കാച്ചു വയ്ക്കുന്ന രംഗം നോക്കി. പ്ലാവൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ആവശ്യക്കാരുള്ള ഇടത്ത് കാച്ചിരുന്നെങ്കിൽ ഗുണമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിലായതുകൊണ്ട് ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടോ, ഇവിടുത്തെ ജീവനക്കാർ വേണമെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോയാലായി. അല്ലാതെ ഇത് ആരെടുക്കാനാണ് ഇതിനൊക്കെ? കണ്ടില്ലേ? അപ്പോൾ ഇതിനെയാണ് പറയുന്നത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആ കാച്ചു നിൽക്കുന്ന മനോഹാരിത നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോ ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയില്ലേ? രസകരമായിട്ടുള്ള കാഴ്ച. നമ്മുടെ പ്രകൃതി ചില മനോഹരമായ കാഴ്ചകൾ ഒരുക്കും. ഇതൊക്കെ വീണ് നശിച്ചു പോകാതെ ആരെങ്കിലും ഗുണപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ പ്രകൃതി ഇങ്ങനെ ചില ഈ എല്ലാ മരങ്ങളും ഒരുപോലെ കായ്ഫലം ഉള്ളതായിരിക്കത്തില്ല. പലതിലും 1, 2, 3 കായ്ച്ചാലേ. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇറുങ്ങ് പിടിച്ച് കാഴ്ച കിടക്കുന്ന കാണുന്നത്. മനോഹരമായ കാഴ്ച. അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്.